കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടിയപ്പോൾ പെട്ടുപോയെന്നും തോന്നി. മലയാളത്തിൽ ചെറിയ കവിതകൾ കൊണ്ട് വിസ്മയം ജനിപ്പിച്ച പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ, നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും അടിസ്ഥാനമായ ഒരു വാക്കാണ് കുടുംബം അല്ലെങ്കിൽ വിവാഹം. ഒരിക്കലൊരു മാതാപിതാക്കൾ അവരുടെ വിവാഹത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ചു. 50 വർഷത്തിൻ്റെ ആഘോഷത്തിന് ശേഷം ഈ വിരുന്ന് സൽക്കാരത്തിനിടയിൽ എന്തോ ചില കശപിശകളൊക്കെ നടന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി. ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. കേസ് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഭാര്യ ഈ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെടുത്ത് എന്നെ എറിയുന്നു. ഇതാണ് കേസ്. വിവാഹത്തിൻ്റെ 50-ാം വാർഷികത്തിനാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഈ 50 വർഷക്കാലം നിങ്ങളെങ്ങനെ സഹിച്ചു? ഈ 50-ാം വർഷം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ കേസ് കൊടുക്കുന്നത്? ഇത്രയും കാലം നിങ്ങൾ കേസുമായി വരാത്തതെന്ത്? അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഇതാണ് അവളുടെ സ്ഥിരം പരിപാടി. ദേഷ്യം വന്നാൽ എന്തെങ്കിലും എടുത്ത് എറിയും, പാത്രങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ എടുത്ത് എറിയും. പക്ഷേ ഇപ്പോൾ ഞാൻ കേസ് തന്നത്, ഇപ്പോൾ അവളുടെ ഉന്നം ശരിയായി വരുന്നുണ്ട്. വിവാഹത്തെ സംബന്ധിച്ച് ഒരുപാട് നിർവചനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകം വിവാഹത്തിന് അതീവ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം വിവാഹത്തിൻ്റെ ശില്പിയും സംവിധായകനും വിവാഹത്തിൻ്റെ നിർമ്മാതാവും എല്ലാം ദൈവമാണ്, അടിസ്ഥാനം ദൈവമാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം വിവാഹം നിയമിച്ചത്? വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആരും ഒറ്റപ്പെട്ടു പോകരുത്, ആരും അനാഥരാകരുത്, ആരും ഏകാന്തത അനുഭവിക്കരുത്. ഏകാന്തത എന്ന പുരാതനമായ ദുഃഖത്തെ അതിജീവിക്കുവാൻ ദൈവം കണ്ടെത്തിയ മാർഗമാണ് കൂട്ടായ്മയുടെ കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത്. മലാഖി പ്രവാചകൻ്റെ പുസ്തകമായാലും ഇന്നത്തെ സുവിശേഷ വേദഭാഗമായാലും അത്ര പന്തിയല്ലാത്ത ഒരു കാര്യം ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിവാഹമോചനമാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വിവാഹമോചനം ദൈവം അംഗീകരിക്കുന്നില്ല, വിവാഹമോചനം ദൈവം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ വിവാഹമോചനം ദൈവം പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അവരെ ദൈവം വെറുക്കുന്നുമില്ല, അവരെയും ദൈവം ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ട്, പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട്, വെഡ്ഡിങ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഷൂട്ടുകൾ നടക്കുകയാണ്. ഫേസ്ബുക്കിൽ കണ്ട ഒരു ഷൂട്ട് ഹാപ്പി ഡിവേഴ്സ് ഷൂട്ടായിരുന്നു. അപ്പോൾ ഡിവേഴ്സായ ആൾ ഈ ജീവിത പങ്കാളിയുടെ ഫോട്ടോ വലിച്ചു കീറി അദ്ദേഹത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് ഹാപ്പി ഡിവേഴ്സ് ആഘോഷിക്കുന്ന ഷൂട്ടുകളും ആരംഭിച്ചിരിക്കുന്നു. അതൊരു ദുരന്തമാണ്, അതൊരു ദുരിതമാണ്, അത് ആഘോഷിക്കപ്പെടേണ്ടതല്ല. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങളിലൂടെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, ഇങ്ങനെ വേർപിരിയലിൻ്റെയോ അകന്നുമാറലിൻ്റെയോ ഒക്കെ അനുഭവങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക, വേഗതയരുത്, നിങ്ങൾ സഹിഷ്ണുത കാണിക്കുക. സഭാപ്രസംഗി അനുഗ്രഹീതമായ ഒരു വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. സഭാപ്രസംഗി 4:12 മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ല. അപ്പോൾ ഈ മുപ്പിരി ചരട് എന്ന പദവുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ വളരെ ചുരുക്കമായി പങ്കിടാനുള്ളത്. മുപ്പിരി ചരട്, പണ്ട് കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾ അവരുടെ തലമുടി 3 ഇഴകളായി പിരിച്ചിട്ട് ആ 3 ഇഴകളും കൂടെ ചേർത്ത് പിന്നിക്കെട്ടി ഇങ്ങനെ അതിമനോഹരമായി പിന്നിക്കെട്ടുന്നൊരു ശീലം ഉണ്ടായിരുന്നു. 3 ഇഴകളായി പിരിച്ച് അതിങ്ങനെ മനോഹരമായി പിന്നിക്കെട്ടുമ്പോഴും നിങ്ങളത് ശ്രദ്ധിച്ചാൽ കാണാം, 2 ഇഴകളായേ തോന്നാറുള്ളൂ. അത് 3ആയിട്ട് നമുക്ക് വെളിപ്പെടുകയില്ല, 2 ഇഴകൾ. എന്നാൽ ആ 3ാമത്തെ ഇഴയാണ് ബാക്കി 2 ഇഴകളുടെ ബന്ധവും ദൃഢതയും നിശ്ചയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭാര്യയും ഭർത്താവും, ദമ്പതികൾ, ഇവരുടെ ജീവിതത്തിൽ അദൃശ്യമായ മറ്റ് ചില അനുഭവങ്ങളാണ് ഈ കുടുംബജീവിതത്തിൻ്റെ വിജയം നിർണ്ണയിക്കാൻ പോകുന്നത്. നമ്മളീ കാണുന്ന ആഡംബരങ്ങളോ, നമ്മളീ കാണുന്ന ആധിപത്യങ്ങളോ, നമ്മളീ കാണുന്ന അഴകുമൊന്നുമല്ല വിവാഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത്. അദൃശ്യമായ ചില അനുഭവങ്ങളാണ്. 3ാമത്തെ ഇഴ പോലെ നമുക്കത് കാണാൻ കഴിയില്ല, പക്ഷേ അദൃശ്യമായ ആ അനുഭവങ്ങളാണ് നമ്മുടെ കുടുംബത്തെ നിർണ്ണയിക്കാൻ പോകുന്നത്, കുടുംബത്തിൻ്റെ വിജയത്തെ നിർണ്ണയിക്കാൻ പോകുന്നത്. 1, കുറിവാക്യമായി വായിച്ചത് നമ്മൾ ശ്രദ്ധിച്ചു കാണും. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ
വേർപിരിക്കുന്നത്. ആരാണ് യോജിപ്പിച്ചത്? ദൈവമാണ് യോജിപ്പിച്ചത്. സാധാരണ വിവാഹ ആരാധനകളിൽ സ്ഥിരം പറയാറുള്ളൊരു ഉദാഹരണം ഇവിടെയും ആവർത്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. സമൂഹത്തിലെ പ്രബലരായ 2 കുടുംബങ്ങൾ, ആ കുടുംബത്തിലെ മക്കൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. സമൂഹത്തിലെ ഉന്നതരാണ്. വിവാഹത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു. വിവാഹം ക്ഷണിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും ആ പള്ളിയിലെ അച്ഛനെ ചെന്ന് കണ്ട് വിവാഹ ക്ഷണക്കത്തുമായി ചെന്ന് ഒരു നടത്തി അങ്ങനെയാണ് വിവാഹം ക്ഷണിക്കാൻ ആരംഭിക്കുന്നത്. അങ്ങനെ ആ വരനും കൂട്ടരും അച്ഛൻ്റെ അടുത്ത് വിവാഹ കത്തുമായി നിൽക്കുമ്പോൾ ഈ വിവാഹ ക്ഷണക്കത്തിൽ ഒരു ചെറിയ പിശക് കണ്ടെത്തി, ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വിവാഹ ക്ഷണക്കത്തിൽ ഈ വെഡ്ഡിങ് എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ഡിക്ക് പകരം ഒരു എൽ ആയിപ്പോയി. വെഡ്ഡിങ്ങിന് പകരം വെൽഡിങ് എന്നായിപ്പോയി. സ്വാഭാവികമായും ആ മാതാപിതാക്കൾ ചില ആശങ്കകളും ഇത്തിരി പ്രയാസത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നല്ല പ്രായമുള്ള പുരോഹിതൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, വിഷമിക്കണ്ട, ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വെഡ്ഡിങ് എന്നത് വെൽഡിങ് എന്നായിപ്പോയി, സാരമില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എവരി വെഡ്ഡിങ് ഇസ് എ കൈൻഡ് ഓഫ് വെൽഡിങ്, എവരി വെഡ്ഡിങ് ഇസ് എ കൈൻഡ് ഓഫ് വെൽഡിങ്. എല്ലാ വിവാഹങ്ങളും എല്ലാ കുടുംബത്തിൻ്റെ ഒരുമയും ഒരു തരത്തിലൊരു വെൽഡിങ് ആണ്. പക്ഷേ ആരാണ് വെൽഡ് ചെയ്യുന്നത്? അതാണ് അദൃശ്യമായ അനുഭവം. സാക്ഷാൽ ദൈവമാണ് യോജിപ്പിച്ചത്. അതുകൊണ്ട് കുടുംബസ്ഥരായിരിക്കുന്ന ഓരോരുത്തരോടും അടിസ്ഥാനമായി എനിക്ക് പങ്കിടാനുള്ളത്, യോജിപ്പിച്ചത് ദൈവമാണ്, അദൃശ്യമായ ദൈവാനുഭവമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ കുടുംബജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല, അകലാൻ ദൈവം അനുവദിക്കുകയില്ല. 2 കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, 2 ദിശകളിൽ വളർന്നു വന്നവർ, 2 ആശയങ്ങളുള്ളവർ, 2 തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചവർ, 2 തരത്തിലുള്ള ജോലികൾ ലഭിച്ചവർ, 2 തരത്തിലുള്ള വിവാഹ അന്വേഷണങ്ങൾ നടത്തിയവർ, ഒടുവിൽ ദൈവം അന്തിമമായ ഒരു യെസ്, അതെ നിങ്ങൾ കൂടിച്ചേരുക എന്ന് പറഞ്ഞ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിത അന്ത്യത്തോളം ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം, ദൈവമാണ് ഞങ്ങളെ യോജിപ്പിച്ചത്. ദൈവം യോജിപ്പിച്ചാൽ നമുക്ക് അകന്നു മാറാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ഈ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും അകലങ്ങളൊക്കെ വരുമ്പോൾ ദൈവമാണ് കൂട്ടിച്ചേർത്തത് എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കുടുംബങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുന്നത്. അദൃശ്യമായ ഒന്നാമത്തെ അനുഭവം സർവശക്തനായ ദൈവിക അനുഭവമാണ്. ആ ദൈവമാണ് നമ്മെ ഇങ്ങനെ ഇഴുകിച്ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിലേക്ക്, സ്നേഹത്തിലേക്ക്. രണ്ടാമത്, ഈ വിവാഹത്തെ സംബന്ധിച്ച് ദൈവം നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയാൻ വേണ്ടിയാണ്, കണ്ടെത്താൻ വേണ്ടിയാണ് വിവാഹം എന്ന് പറയുന്നത്. ആഴമായി അറിയാനുള്ള, കണ്ടെത്താനുള്ള അനുഗ്രഹീത സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഭാര്യയോട് ചേർന്ന് നിൽക്കും എന്നല്ല. വിവാഹത്തോടുകൂടി മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം കുറെ കൂടി ആഴപ്പെടുകയാണ്, കുറെ കൂടി വർദ്ധിക്കുകയാണ്. ഒരു പുതിയ കുടുംബം രൂപപ്പെടുമ്പോഴും വളർത്തി വലുതാക്കി മനുഷ്യരായി അണിയിച്ചൊരുക്കിയ പ്രിയപ്പെട്ടവരെ അവരോടുള്ള ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. അതാണ് അറിയുക എന്ന് പറയുന്നത്, കണ്ടെത്തുക എന്ന് പറയുന്നത്. കൈതപ്പുറം മലയാളത്തിൻ്റെ പ്രിയങ്കരനായ പാട്ടുകാരൻ, അദ്ദേഹം സ്വന്തം അച്ഛനെ ഓർമ്മിച്ചുകൊണ്ട് ചില വരികൾ എഴുതി. നമ്മളൊക്കെ ആ പാട്ട് പാടാറുണ്ട്. സൂര്യനായി തഴുകി ഉണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. സ്വന്തം പിതാവിനെ ആഴമായി കണ്ടെത്തിയ ഒരു അനുഭവമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായ വരികൾ. ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരി വിടർത്തുമെൻ അച്ഛൻ, ഉടലാർന്ന കാരുണ്യം, കൈവന്ന ഭാഗ്യം, അണയാത്ത ദീപം, കാണുന്ന ദൈവമാണ് അച്ഛൻ. അറിയില്ല എനിക്കേത് വാക്കിനാൽ അച്ഛനെ വാഴ്ത്തുമെന്നറിയില്ല, ഇന്നും എഴുതുമീ സ്നേഹ അക്ഷരങ്ങൾക്കപ്പുറം. അമ്മയെ കണ്ടെത്തിയ ഒരു അനുഗ്രഹീതമായ ഒരു അനുഭവം മർത്തോമാ സഭയുടെ പ്രിയങ്കരനായിരുന്ന ബിഷപ്പ് ഗീവർഗീസ് മാർ അത്തനേഷ്യസ് തിരുമേനി അമ്മയെ ഓർത്തുകൊണ്ട് ഒരിക്കൽ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിച്ചു. അമ്മയെക്കുറിച്ച് അദ്ദേഹം എഴുതിയതാണ്. അമ്മ പള്ളിമണി അടിക്കുന്നതിന് മുൻപ് അടുക്കളയിലെ തവികളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ. വിളമ്പിക്കൊടുത്തതിന് ശേഷം തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പിന്നെയും അത് വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. പരിഭവങ്ങളില്ലാതെ പവിത്രമായ സ്നേഹം പകരുന്നൊരു പാത്രമുണ്ട് വീട്ടിൽ. മുറ്റത്തെ ചെടികളോടും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്തൊരു മഹിളയുണ്ട് വീട്ടിൽ. മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിനു ശേഷം ഉറങ്ങി അലാറം അടിക്കുന്നതിന് മുൻപ് ഉണരുന്ന ഒരു ശരീരമുണ്ട് വീട്ടിൽ. അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധവായു ശ്വസിക്കാൻ മറന്നുപോയ ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ. പുറത്തു പോയവർ വീട്ടിൽ തിരിച്ചണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം
ലഭിക്കാതെ പോയ മദർ തെരേസയുണ്ട് വീട്ടിൽ. പത്രാസ് കാണിക്കാൻ മറന്നുപോയൊരു നിലവിളക്കുണ്ട് വീട്ടിൽ. സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ പരിപോഷിപ്പിക്കാൻ ശ്രദ്ധിച്ച ഒരു ജീവിതമുണ്ട് വീട്ടിൽ. ഭംഗിയില്ലാത്തത് കൊണ്ടാവണം പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അപ്പ വന്നാൽ മതി എന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം കരയുന്നൊരു പാവമുണ്ട് വീട്ടിൽ. മക്കൾ യാത്ര പറഞ്ഞ് പടികളിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവ വേദന അനുഭവിക്കുന്ന മാലാഖയുണ്ട് വീട്ടിൽ. ഒടുവിൽ ആ സാഗരം കളമൊഴിയുമ്പോൾ സമം അമ്മ മരിക്കുമ്പോൾ കരയുന്ന വീടും വാടിത്തളർന്ന പൂവുകളും പറയും അമ്മയില്ലാത്തൊരു വീട് വീടേ അല്ലെന്ന്. ദൈവം തമ്പുരാൻ നമ്മുടെ മാതാപിതാക്കളെ ദീർഘായുസ്സോടെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളെ കണ്ടെത്താൻ വേണ്ടിയാണ് വിവാഹം. അവരെ അറിയാൻ, ആഴത്തിൽ തിരിച്ചറിയാൻ, അവരെ കണ്ടെത്താൻ അദൃശ്യമായൊരു അനുഭവമാക്കി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കാണാതെ പോയിരുന്നു, കണ്ട് കിട്ടിയിരിക്കുന്നു. കണ്ടെത്തിയപ്പോൾ ആ വീട്ടിൽ വാദ്യാഘോഷവും നൃത്തവും ഉയർന്നു. മരിച്ചുപോയ, നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ ഓർത്ത് കണ്ണുനീരിൻ്റെ നെരിപ്പോടിൽ നീറിപ്പുകഞ്ഞൊരു വീട്. ആ മകനെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പൻ പറയുകയാണ്, കണ്ടു കിട്ടിയിരിക്കുന്നു, കാണാതെ പോയതിനെ കണ്ടു കിട്ടിയിരിക്കുന്നു. 3, ഇന്ധനമാവുക എന്നതാണ് കുടുംബത്തെ സംബന്ധിച്ച് ദൈവം നമുക്ക് നൽകുന്ന വളരെ അനുഗ്രഹീതമായ വാക്ക്. ഇടറിപ്പോകുമ്പോൾ ഇന്ധനമാവുക. തക്ക തുണ ദൈവം നൽകിയത് ഇടറുമ്പോൾ ഇന്ധനമാകാനാണ്. ഹെലൻ കെല്ലർ എന്ന ലോക പ്രശസ്ത അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുണ്ട്: ഒറ്റയ്ക്കുള്ള നമ്മുടെ നേട്ടങ്ങൾ പരിമിതവും, ഒരുമിച്ചാണെങ്കിൽ നേട്ടങ്ങൾ പരമാവധിയും. പതറിപ്പോകാതിരിക്കണമെങ്കിൽ പറ്റിച്ചേരണം. അതിനുവേണ്ടിയാണ് കുടുംബം. ബന്ധങ്ങളിലാണ് ജീവിതത്തിൻ്റെ ഇന്ധനം എന്ന അടിസ്ഥാന തത്വത്തിലാണ് ദൈവം നമ്മെ യോജിപ്പിച്ചത്. ആത്മഹത്യ, വിവാഹമോചനം, ഭദ്രതയില്ലായ്മ, ഇങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ പതറുന്ന, അസ്വസ്ഥമാക്കുന്ന അനുഭവങ്ങളെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ പരസ്പരം ഇന്ധനമാവുക എന്നുള്ളതാണ്. ലോഗോതെറാപ്പി എന്ന ലോകപ്രസിദ്ധമായ ആ തെറാപ്പി ലോകത്തിന് സമ്മാനിച്ചത് വിക്ടർ ഫ്രാങ്ക്ലിനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്നൊരു സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വളരെ സങ്കടകരമായ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ക്യാമ്പിൽ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പീഡനങ്ങളുടെ കൊടിയ കാലത്ത് അദ്ദേഹം പറയുകയാണ്, ജീവിക്കാനുള്ള ആവേശം, മരിച്ചു കളയാതെ എനിക്ക് ജീവിക്കണം എന്ന ആവേശം പകർന്നു കിട്ടിയത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതായിരുന്നു ജീവിക്കാനുള്ള ഇന്ധനമായി ഭവിച്ചത്. ഒരു യഥാർത്ഥ കുടുംബം ഒരു ദേവാലയമാണ്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും അഭിനന്ദിക്കാനും തിരുത്താനും കഴിയുന്ന ഒരു ദേവാലയം. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാനും വലിയ കാര്യങ്ങൾ ആഘോഷമായി ഏറ്റെടുക്കാനുമാണ് കുടുംബം. വ്യസനപാത്രമായ ഹന്നയ്ക്ക് ഇന്ധനമായത് എൽക്കാനയുടെ ചില ചോദ്യങ്ങളാണ്. എൽക്കാന ചോദിക്കുന്നു, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? പരസ്പരം ജയിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ച്, ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം നിർണ്ണയിക്കാൻ പോകുന്നത് പരസ്പരം തോറ്റുകൊടുക്കുമ്പോഴാണ്. പരസ്പരം തോറ്റുകൊടുക്കുന്തോറും വിജയിക്കുന്ന ഒന്നിൻ്റെ പേരാണ് ദാമ്പത്യം, കുടുംബം. പരസ്പരം തോറ്റുകൊടുക്കുമ്പോൾ അവിടെയാണ് കുടുംബത്തിൻ്റെ വിജയം നിർണായകമായി മാറുന്നത്. മൂന്നാമത്തെ അദൃശ്യമായ ഇഴ ആ മുടിയെ ബലപ്പെടുത്തുന്നത് പോലെ അദൃശ്യമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കാൻ പോകുന്നത്. അത് സ്നേഹമാകട്ടെ, സഹിഷ്ണുതയാകട്ടെ, വിശ്വസ്തതയാകട്ടെ, ഇത്തരം ഒരുപാട് ഗുണങ്ങൾ അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല, പക്ഷേ ജീവിതം കൊണ്ട് സാക്ഷിക്കാൻ നമുക്കാകും. അവിടെയാണ് കുടുംബം വിജയിക്കുന്നത്. 3 കാര്യങ്ങളാണ് ചുരുക്കമായി ഞാൻ നിങ്ങളോട് പങ്കിടാൻ ശ്രമിച്ചത്. 1, ദൈവമാണ് യോജിപ്പിച്ചത് എന്ന ബോധ്യം അരക്കിട്ട് ഉറപ്പിക്കുക. ദൈവമാണ് ഞങ്ങളെ ഒരുമിപ്പിച്ചത്. ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി, പങ്കാളിയായി, വിശ്വസ്തരായി യോജിപ്പിച്ചത് ദൈവമാണ്. ദൈവം യോജിപ്പിച്ചത്. 2, പരസ്പരം ആഴമായി അറിയുവാൻ, മനസ്സിലാക്കുവാൻ, പരിമിതികൾ തിരിച്ചറിയാൻ, ആശയങ്ങൾ വിനിമയം ചെയ്യാൻ, പരസ്പരം കണ്ടെത്താനുള്ള ഒരു കൂട്ടായ്മയാണ് കുടുംബം എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും മാത്രം കണ്ടെത്തുകയല്ല, ഒപ്പം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നമ്മുടെ കൈവെള്ളയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുമോ, ഈ കുടുംബം സ്വർഗത്തിൻ്റെ ഒരു പതിപ്പായി മാറും എന്നതിന് സംശയമില്ല. 3 പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇടറിപ്പോകുമ്പോൾ ഇന്ധനമായി മാറുക. ഇടറിപ്പോകുമ്പോൾ, നിലച്ചു പോകുമ്പോൾ, പതറി നിൽക്കുമ്പോൾ പരസ്പരം ഇന്ധനമായി ജീവിതത്തിൻ്റെ സന്തോഷം ഏറ്റെടുക്കാൻ കഴിയണം.
നമ്മൾ ഒരുപാട് മംഗളഗാനങ്ങൾ കേട്ടിട്ടുണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ കല്യാണ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ വ്യക്തിപരമായി ഏറ്റവും അധികം സ്വാധീനിച്ചൊരു പാട്ട് ബിച്ചു തിരുമൽ എഴുതിയ ഒരു പാട്ടാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ടാണ് പുതിയ കുടുംബത്തിൻ കതിരൊളി ഉയരുന്നു എന്ന് പറഞ്ഞൊരു പാട്ട്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ രണ്ടാമത്തെ വരിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പുതിയ കുടുംബം ഉയരുമ്പോൾ അത് തിരുസഭ വിജയമാണ്. ഇതെങ്ങനെ എഴുതാൻ കഴിഞ്ഞു എന്നെനിക്കിപ്പോഴും അത്ഭുതമാണ്. ഒരു പുതിയ കുടുംബം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും രൂപപ്പെടുമ്പോൾ, ഒരു പുതിയ കുടുംബത്തിൻ്റെ മനോഹാരിത, ഒരു പുതിയ കുടുംബത്തിൻ്റെ അഴക് രൂപപ്പെടുമ്പോൾ അത് തിരുസഭയുടെ വിജയമാണ്. അങ്ങനെയെങ്കിൽ ഇതിനൊരു മറുവശവുമുണ്ട്. കുടുംബങ്ങൾ തകരുമ്പോൾ സഭയും തകരും. കുടുംബങ്ങളിൽ വിള്ളൽ സംഭവിക്കുമ്പോൾ സഭയ്ക്കും അത് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കും. ഈ സഭയുടെ വിജയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് വിശ്വസ്തമായി സാക്ഷ്യത്തോടെ നിൽക്കുന്നു, ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട്, ദൈവത്താൽ യോജിക്കപ്പെട്ട് ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയുടെയും വിജയം നിർണ്ണയിക്കുന്നത്. പുതിയ കുടുംബത്തിൻ കതിരൊളി ഉയരുന്നു, തിരുസഭ വിജയം അതിലൂടെ സാധ്യമാകുന്നു.